ശശി തരൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് വിട്ടിട്ട് ഒരു 5 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. 5 വർഷമെങ്കിലും ആയിട്ടുണ്ട് ശശി തരൂർ കോൺഗ്രസ് മാനസികമായിട്ട് കോൺഗ്രസ് വിട്ടിട്ട്. കഴിഞ്ഞ ഈ നിയമസഭാ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് നമ്മളെല്ലാവരും കരുതിയിരുന്നത് ശശി തരൂർ രാജിവെച്ച് BJP-യിൽ ചേരും എന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കേരളത്തിൽ UDF അധികാരത്തിൽ വരണമെന്ന് കരുതി ഏറ്റവും കൂടുതൽ അതിനു വേണ്ടിയിട്ട് തന്ത്രങ്ങൾ മെനയുകയും മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളൊരു നേതാവ് KC വേണുഗോപാലാണ്. ഇത് കേരളത്തിലെ പല ആളുകൾക്കും അറിയത്തില്ല. ശശി തരൂർ ആ നിയമസഭാ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് ഒരു 2 മാസം മുമ്പ് വരെയൊക്കെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നോക്കുക. എത്ര കോൺഗ്രസ് വിരുദ്ധ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എങ്ങനെയും തന്നെ ഒന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കിട്ടണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ എന്താണ്, MP സ്ഥാനം നഷ്ടപ്പെടത്തില്ല. പ്രവർത്തക സമിതി പുനഃസംഘടിപ്പിക്കുന്നതോടുകൂടി പ്രവർത്തക സമിതി അംഗമല്ലാതാകുന്ന ശശി തരൂരിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമസ്കാരം. കഴിഞ്ഞ ദിവസം ശ്രീ ശശി തരൂർ MP ഒരു പരാമർശം നടത്തിയിരുന്നു. ഡൽഹിയിലെ CJP സമരവുമായിട്ട് ബന്ധപ്പെട്ട് BJP-ക്ക് അനുകൂലമാകും എന്ന് അല്ലെങ്കിൽ ആണ് എന്നുള്ളൊരു ടോണിലുള്ളൊരു പരാമർശമായിരുന്നു. അപ്പം അതിനെതിരെ ഏറ്റവും ശക്തമായി രംഗത്ത് വന്ന ആള് KC വേണുഗോപാലാണ്. അദ്ദേഹം പറഞ്ഞിങ്ങനെ BJP-യെ സുഖിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അത് മാത്രം പറഞ്ഞോ കുഴപ്പമില്ല, പക്ഷെ അത് മാത്രം എന്തിനാണ് പറയുന്നത് എന്നുള്ളൊരു ശക്തമായൊരു താക്കീത് പേരെടുത്ത് പറയാതെ തന്നെ അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷെ അത് ശശി തരൂരിനെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തതയുണ്ട്. ഇതാദ്യമായിട്ടല്ല ശശി തരൂരിൻ്റെ ഈ ഒരു പ്രോ BJP തരം നിലപാടുകൾ. നമ്മൾ ഒരു പക്ഷേ ഒരു സമയത്ത് അദ്ദേഹം BJP-യിലേക്ക് പോകുമോ എന്നുവരെയുള്ള ചർച്ചകൾ നടന്നിരുന്നു. പിന്നീട് ഇലക്ഷൻ വന്നു, മത്സരിക്കുന്നു. ആ ഒരു ആരോപണങ്ങൾ അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ പിന്നെ അങ്ങോട്ട് ഇല്ലാതാവുകയാണ് ചെയ്തത്. പക്ഷെ വീണ്ടും ശശി തരൂരിൻ്റെ അത്തരം നിലപാടുകൾ വരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെതിരെ KC വേണുഗോപാൽ മാത്രമേ നിലവിൽ ഇത്രയും ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളൂ. ഇത് കോൺഗ്രസിനെ ദേശീയ തലത്തിൽ, കാരണം നമുക്കറിയാം ശശി തരൂർ ദേശീയ തലത്തിൽ അറിയപ്പെടുന്നൊരു നേതാവാണ്. അപ്പം ഇത്തരം നിലപാടുകളും അതിനെതിരെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളുമൊക്കെ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ, അതോ ശശി തരൂരിൻ്റെ ഈ കോൺഗ്രസ് ഭാവി അത് എത്ര കാലത്തേക്ക്? ശശി തരൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് വിട്ടിട്ട് ഒരു 5 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. 5 വർഷമെങ്കിലും ആയിട്ടുണ്ട് ശശി തരൂർ കോൺഗ്രസ് മാനസികമായിട്ട് കോൺഗ്രസ് വിട്ടിട്ട്. തരൂർ ഇപ്പോഴൊരു സംഗീത തരൂരാണ്, അതിനകത്ത് സംശയമൊന്നും വേണ്ട. കഴിഞ്ഞ ഈ നിയമസഭാ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് നമ്മളെല്ലാവരും കരുതിയിരുന്നത് ശശി തരൂർ രാജിവെച്ച് BJP-യിൽ ചേരും എന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. പക്ഷേ അന്ന് വളരെ തന്ത്രപരമായിട്ട് KC വേണുഗോപാൽ എടുത്തൊരു നിലപാടുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. വയനാട് വെച്ച് നടന്ന ഇവരുടെ ലക്ഷ്യ ക്യാമ്പിലേക്ക് ശശി തരൂരിനെ ക്ഷണിക്കുന്നു. അവിടെ വെച്ച് ഈ ഒരു തരത്തിൽ എല്ലാം യോജിപ്പിച്ചു കൊണ്ടുപോകുന്നു. കാരണം ആ സമയത്ത് ശശി തരൂരിനെതിരെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നടപടിയെടുത്ത് പുറത്താക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാവും. അപ്പോൾ ഈ കേരളത്തിൽ UDF അധികാരത്തിൽ വരണമെന്ന് കരുതി ഏറ്റവും കൂടുതൽ അതിനു വേണ്ടിയിട്ട് തന്ത്രങ്ങൾ മെനയുകയും മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളൊരു നേതാവ് KC വേണുഗോപാലാണ്. ഇത് കേരളത്തിലെ പല ആളുകൾക്കും അറിയത്തില്ല. അതായത് UDF അധികാരത്തിൽ വരുന്നതിന് 1 വർഷം മുമ്പ് തുടങ്ങി. 2025 മുതൽ ഈ UDF-നെ എങ്ങനെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാം എന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള റിസർച്ചുകളും കൃത്യമായിട്ടുള്ള പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നതിൽ, റിസോഴ്സസും സംഘടിപ്പിക്കുന്നതിൽ മുൻപിട്ട് നിന്നയാളാണ് KC വേണുഗോപാൽ. പക്ഷെ ഒരു വില്ലൻ പരിവേഷമാണ് അടുത്ത കാലം വരെ. നമ്മുടെ നാട്ടിലെ ജനങ്ങളല്ലേ, നമ്മുടെ നാട്ടിലെ ആളുകൾ പലപ്പോഴും വില്ലനെ നായകനാക്കുകയും നായകന്മാരെ വില്ലന്മാരാക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നായക പരിവേഷം അണിഞ്ഞു നിൽക്കുന്ന പല ആളുകളും എന്താണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂർ ആ നിയമസഭാ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് ഒരു 2 മാസം മുമ്പ് വരെയൊക്കെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നോക്കുക. എത്ര കോൺഗ്രസ് വിരുദ്ധ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എങ്ങനെയും തന്നെ ഒന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കിട്ടണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ എന്താണ്, MP സ്ഥാനം നഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പയറ്റിയിരുന്നു. എന്നാൽ അത് നടക്കില്ല എന്ന് കണ്ടതോടുകൂടിയിട്ടാണ് വളരെ തന്ത്രപൂർവ്വം, KC വേണുഗോപാൽ നിസ്സാരക്കാരനൊന്നുമല്ല, വളരെ തന്ത്രപൂർവ്വമായിട്ട് തന്നെയാണ് അദ്ദേഹം തരൂരിനെ കൈകാര്യം ചെയ്തത്. പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് വിളിപ്പിക്കുന്നു, വയനാട്ടിലെ ക്യാമ്പിലെത്തിക്കുന്നു, അവിടെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കുന്നു. അതിനുശേഷം പിന്നീട് കോൺഗ്രസുമായിട്ട് അദ്ദേഹം സഹകരിച്ച് മുൻപോട്ട് പോകുന്നു. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നുട്ടോ. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ട് അദ്ദേഹം വരണം എന്ന് ആഗ്രഹിക്കുന്നു ജനങ്ങൾ എന്ന രീതിയിലൊരു സർവേ ഒക്കെ എടുത്തിരുന്നു. സ്വന്തമായിട്ട് പോക്കറ്റിൽ കാശ് കൊടുത്ത് സർവേ എടുക്കുകയും ആ സർവേ പത്രമാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയൊക്കെ ചെയ്തൊരു വലിയ
ബുദ്ധിമാനായിട്ടുള്ള, അതായത് നമ്മൾ പറയില്ലേ ഈ അറിവ് കൂടി പ്രാന്തായി മാറുക എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ, എന്ന് പറഞ്ഞ മാതിരി ഈ കുറേയധികം അറിവ് നേടിക്കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയ ചെറിയ മണ്ടത്തരങ്ങൾ കാണിക്കും. കാരണം ഇവിടെ അദ്ദേഹം ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ഒന്നുമല്ല. കാരണം ഇവിടെ അദ്ദേഹം കളിക്കുന്നത് പയറ്റിത്തെളിഞ്ഞ രാഷ്ട്രീയക്കാരോടാണ് എന്നുള്ളൊരു ധാരണ ശശി തരൂരിനുണ്ടാവണം. ആ ധാരണ ഇല്ലാതെ പോയതാണ് അന്ന് അദ്ദേഹം കൊണ്ടുവന്ന സർവേ എന്ന് പറയുന്നത്. ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ന്യൂജൻസി തലമുറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരെന്താ വെച്ചാൽ ട്രെൻഡിനപ്പോൾ ഒഴുക്കാണ്. അവരുടെ മുമ്പിൽ എന്താണോ കാണുന്നത് അതിനെ അവരങ്ങോട്ട് അന്ധമായിട്ട് വിശ്വസിക്കും. ആ വിശ്വാസം തെറ്റാണ് എന്ന് ഇപ്പോൾ ഓരോ ദിവസം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം വേണമെങ്കിൽ ഹൈ ക്ലാസ് ആളുകൾക്ക് വേണ്ടിയിട്ട് കുറെ ഇപ്പോൾ ഈവെന്റുകൾ സംഘടിപ്പിക്കും. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം വെച്ചാണ് പലരും അങ്ങനെ ഒരു ഇതിലേക്ക് എത്തുന്നത്. അല്ല, ഇംഗ്ലീഷ് പരിജ്ഞാനവും ഒരു അഡ്മിനിസ്ട്രേഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്ന് പറയുന്നതൊന്നും ഇന്ത്യൻ പൊളിറ്റിക്സിൽ വരാനുള്ളൊരു ക്വാളിഫിക്കേഷനായിട്ട് നമ്മൾ കാണരുത്. ഇദ്ദേഹം കേന്ദ്രമന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്ത് എന്താണ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത്? തിരുവനന്തപുരം നഗരത്തെ ബാഴ്സലോണയാക്കി മാറ്റുമെന്നല്ലായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇദ്ദേഹം MP ആയിരിക്കുന്ന സമയത്ത് എത്രയോ പ്രാവശ്യം കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നു. ഇദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നില്ലേ? എന്താണ് അദ്ദേഹം ഈ തിരുവനന്തപുരത്തെ ബാഴ്സലോണ ആക്കാതിരുന്നത്? തിരുവനന്തപുരത്തിന് വേണ്ടി എന്താണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെയൊക്കെ അവകാശവാദമായിട്ടൊക്കെ വരുമായിരിക്കും. വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലിയാസ് ജോൺ എന്ന് പറയുന്ന ഒരാളുടെ സംഭാവനയാണ്. അദ്ദേഹമാണ് ഈ ഒരു കാര്യം മുൻപോട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് EK നയനാർ മുതൽ ഇങ്ങോട്ടുള്ള പല മന്ത്രിമാർക്ക് MV രാഘവൻ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അതിനകത്ത് സംഭാവന നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെ, ഈ പറഞ്ഞ പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാവരും അതിനകത്ത് അവരവരുടേതായിട്ടുള്ള സംഭാവന നൽകി എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന ഒരു പ്രൊജക്റ്റാണ് വിഴിഞ്ഞം പ്രൊജക്ട് എന്ന് പറയുന്നത്. ആ വിഴിഞ്ഞം പ്രൊജക്ടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സംഘി തരൂർ, ശശി തരൂർ എന്നുള്ളത് നമുക്ക് മാറ്റാം, സംഘി തരൂർ വരേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒരു കാര്യം പറയാം. ഈ നിയമസഭാ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ശശി തരൂർ നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ പോലെ ആയിരിക്കില്ല ഇപ്രാവശ്യം ഇദ്ദേഹത്തെ പ്രവർത്തക സമിതിയിൽ നിന്ന് പുറത്താക്കാം, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാതിരുന്നാൽ മതി. ഇപ്പം ഇദ്ദേഹം എലക്റ്റഡ് ആയിട്ടുള്ള പ്രവർത്തക സമിതി അംഗമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഭരണഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ പ്രവർത്തക സമിതി അംഗത്തെ ഇംപീച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇദ്ദേഹത്തെ ആദ്യം തന്നെ പ്രവർത്തക സമിതിയിൽ നിന്ന് മാറ്റും. അതിനുശേഷം പിന്നീട് പാർട്ടിയുടെ യാതൊരുവിധ ഭാരവാഹിത്വം കൊടുക്കത്തില്ല. വെറും ഒരു MP ആയിട്ട് ഇദ്ദേഹത്തിന് നിൽക്കേണ്ടി വരും. അവഗണനയായിരിക്കും. ആ സമയത്ത് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ MP സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. CJP സമരത്തിൽ കോൺഗ്രസ് ലേറ്റ് ആയിട്ടാണ് ഇടപെട്ടത്. ആ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. എന്നാൽ ഒരു കോൺഗ്രസ് MP തന്നെ ഇത് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രസ്താവനയുമായിട്ട് വരുന്നത് ശരിയല്ല. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രവർത്തക സമിതി അംഗമല്ലേ ഇദ്ദേഹം? ഈ പ്രവർത്തക സമിതിയിൽ ഇദ്ദേഹത്തിന് പറയാമല്ലോ. ആ പ്രവർത്തക സമിതിയിൽ അത് പറയാതെ ഇത് ഇദ്ദേഹം ഒരു പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞ ഒരു വസ്തുതാ പെശകുണ്ട്. എന്താ പറയുക, ഈ പ്രവർത്തക സമിതിയിലേക്ക് എലക്റ്റഡ് അല്ലായിരുന്നത്, അത് നോമിനേഷനായിരുന്നു. പ്രസിഡന്റ് തന്നെ നോമിനേറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഈ പ്രവർത്തക സമിതി വേണമെങ്കിൽ പുനഃസംഘടിപ്പിക്കാം. പ്രവർത്തക സമിതി പുനഃസംഘടിപ്പിക്കുന്നതോടുകൂടി പ്രവർത്തക സമിതി അംഗമല്ലാതാകുന്ന ശശി തരൂരിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ പാർട്ടിയിലേക്ക് ആരൊക്കെ ചെല്ലുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആരും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ 2029 ആർക്കൊപ്പം നിന്ന് മത്സരിക്കുന്നുള്ളതാണ്. അല്ല, 2029 ശശി തരൂർ ഉറപ്പായിട്ടും BJPക്കൊപ്പം നിന്ന് മത്സരിക്കും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം നിയമത്ത് പുതിയ ആരെങ്കിലും മത്സരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവസ്ഥ അങ്ങനെ ആയിരിക്കില്ല. ശശി തരൂർ എന്ന് പറയുന്ന ആള് സംഘി തരൂറായി മാറിക്കൊണ്ട് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. ഒരു സംശയത്തിനകത്ത് വേണ്ട. ദേശീയ രാഷ്ട്രീയം വേറൊരു ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സർവേകളും പറയുന്നു കോൺഗ്രസ് 2029 221 സീറ്റ് നേടും, BJP 172 ഒതുങ്ങുമെന്നൊക്കെ പറയുന്നു. കാരണം CJP സമരത്തിന് മാതൃക എടുത്ത് നോക്കുക. ദേശീയ തലത്തിൽ തന്നെ CJP ഈ പാർട്ടികൾക്ക് വലിയ സപ്പോർട്ട് കിട്ടിയപ്പോഴും കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഈ BJP സർക്കാരിനെതിരെ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 2029 എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണ ഇപ്പം തന്നെ ഉണ്ട്. ശശി തരൂർ കൃത്യമായിട്ട് ദേശീയ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഓപ്ഷൻ ആയിരിക്കും ഈ പറയുന്ന 2029 ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് നിന്ന് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പാർലമെന്റിലെത്തുക. അതിനുശേഷം BJPയുടെ ഒരു ക്യാബിനറ്റ് മന്ത്രിയായിട്ട് കേരളത്തിൽ വരിക. കാരണം കേരളത്തിൽ നിന്ന് മറ്റാരും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര BJP MP ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം സീറ്റുകളിലും വർധനവ് വരുന്നുണ്ട്. തിരുവനന്തപുരത്തിന് 3 സീറ്റാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ 3 സീറ്റ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരനോട് മത്സരിക്കാം. അപ്പോൾ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ
ദേശീയ തലത്തിലും കേരളത്തിലും സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ശശി തരൂർ സംഗീതരായിട്ടൊരു 4-5 വർഷമായി എന്നുള്ള കാര്യം ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കി വെക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ.